നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. 1,80,000-ലധികം രൂപ ശമ്പളമുള്ള ജോലി കേന്ദ്ര സർക്കാർ ജോലി കൂടിയായാൽ പിന്നെ പറയാനുണ്ടോ? ധാരാളം ഒഴിവുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വിശദമായ വാർത്തകൾ ഇങ്ങനെയാണ്. കേന്ദ്ര കൽക്കരി മന്ത്രാലയത്തിന് കീഴിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഉൽപ്പാദക കമ്പനിയും മഹാരത്ന പൊതുമേഖലാ സ്ഥാപനവുമായ കോൾ ഇന്ത്യ ലിമിറ്റഡ് വിവിധ വിഭാഗങ്ങളിലേക്കായി 660 മാനേജ്മെന്റ് ട്രെയിനി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ്, IT മേഖലകളിൽ മികച്ചൊരു കേന്ദ്ര സർക്കാർ കരിയർ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇത് അവർക്ക് തീർച്ചയായും സുവർണാവസരമാണ്. ഓൺലൈൻ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ 11 വരെ കോൾ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലേക്ക് യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ ഇന്റർവ്യൂവും ഉണ്ടായിരിക്കില്ല. പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ പരീക്ഷയുടെ മെറിറ്റ് മാർക്ക് മാത്രം അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ട്രെയിനിങ് കാലയളവിൽ തന്നെ പ്രതിമാസം 60,000 രൂപ അടിസ്ഥാന ശമ്പളമായി കിട്ടുന്ന ഈ തസ്തികയുടെ ആകെ ശമ്പള നിരക്ക് 60,000 മുതൽ 1,80,000 രൂപ വരെയാണ്. കൂടാതെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ആകെ റിപ്പോർട്ട് ചെയ്ത 660 ഒഴിവുകളിൽ കൂടുതൽ തസ്തികകളിലും എഞ്ചിനീയറിംഗ് ശാഖകളിലാണ്. വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകളുടെ എണ്ണം ഇനി പറയുന്ന രീതിയിലാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 221, സിവിൽ എഞ്ചിനീയറിംഗ് 178 ഒഴിവുകൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 145 ഒഴിവുകൾ, സിസ്റ്റംസ് IT 43 ഒഴിവുകൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 38 ഒഴിവുകൾ, ജിയോളജി 15 ഒഴിവുകൾ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 11 ഒഴിവുകൾ, രാജ്ഭാഷ ഹിന്ദി 5 ഒഴിവ്, കമ്പനി സെക്രട്ടറി 4. ഇവയ്ക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയിൽ കുറഞ്ഞത് 60% മാർക്കോടെയുള്ള BE അല്ലെങ്കിൽ BTech. ഇത് രണ്ടുമില്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടായിരിക്കണം. സിസ്റ്റംസ് വിഭാഗത്തിലേക്ക് 1ാം ക്ലാസ്സോടെയുള്ള BTech അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദാനന്തര ബിരുദമുള്ള MCA ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് യോഗ്യതയിൽ 5% ഇളവ്, അതായത് 55% മാർക്ക് ലഭിക്കും. നിലവിൽ അവസാന വർഷ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പ്രായപരിധി 2026 ഏപ്രിൽ 30 അടിസ്ഥാനമാക്കി ജനറൽ EWS വിഭാഗക്കാർക്ക് പരമാവധി പ്രായം 30 വയസ്സാണ്. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും പ്രായമിളവ് കേന്ദ്ര സർക്കാർ നിയമപ്രകാരം ലഭിക്കും. പരീക്ഷാ തീയതിയും അപേക്ഷാ ഫീസും തെരഞ്ഞെടുപ്പിനായുള്ള കമ്പ്യൂട്ടർ പരീക്ഷയിൽ CBTയിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല. 3 മണിക്കൂർ നീളുന്ന പരീക്ഷയിൽ 100 മാർക്കിൻ്റെ 2 പേപ്പറുകൾ വീതമാണ്. 20 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പേപ്പർ 1-ൽ ജനറൽ നോളജ്, റീസണിംഗ്, മാത്സ്, ഇംഗ്ലീഷ് എന്നിവയും പേപ്പർ 2-ൽ അതത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് ചോദിക്കുക. ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 1,180 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC ST ഭിന്നശേഷിക്കാർ എന്നിവർക്കും കോൾ ഇന്ത്യയിലെ ജീവനക്കാർക്കും അപേക്ഷാ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൾ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.callindia.in സന്ദർശിച്ച് ഓൺലൈനായി ജൂൺ 11 വൈകിട്ട് 6 മണിക്ക് മുൻപായി അപേക്ഷിക്കാം. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.